ബദ്ധവൈരികളായ എസ്ഡിപിഐയും മുസ്ലിം ലീഗും തമിഴ്നാട്ടിൽ സഖ്യത്തിലായതോടെ കേരളത്തിലെ മുസ്ലിം ലീഗ് നേതാക്കൾ അങ്കലാപ്പിലായി. തീവ്രവാദ മുദ്രകുത്തി അകറ്റി നിർത്തിയ എസ്ഡിപിഐയുമായുള്ള ബന്ധം വിശദീകരിക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം ബുദ്ധിമുട്ടും. എസ്ഡിപിഐയെ ശക്തമായി കടന്നാക്രമിക്കുന്ന KM ഷാജി അടക്കമുള്ള ലീഗ് നേതാക്കളാണ് ഇതോടെ പ്രതിസന്ധിയിലായത്. വ്യാഴാഴ്ച കോഴിക്കോട് നടന്ന ശംസുൽ ഉലമയുടെ ലോകം എന്ന സെമിനാറിൽ KM ഷാജി MLA എസ്ഡിപിഐക്കെതിരെയുള്ള തന്റെ നിലപാട് ഒരിക്കൽ കൂടി ആവർത്തിച്ചു. മതവർഗീയവാദികളുടെ വോട്ട് എനിക്ക് വേണ്ട. ഇത്തവണ ഞാൻ പറഞ്ഞു, അങ്ങനെ മതവർഗീയവാദികളെന്ന് ഇങ്ങനെ മൊത്തത്തിൽ പറഞ്ഞിട്ട് പോകുന്നതല്ല. NDF-കാരുടെ വോട്ട് വേണ്ടതാണ്. NDF-നെ എതിർക്കുക എന്നുള്ള പോരാട്ടത്തിലായിരുന്നു ഞാൻ. എൻ്റെ മണ്ഡലത്തിൽ നിന്ന് ഞാൻ തോറ്റാലും ശരി, ജയിച്ചാലും ശരി, ഞാൻ നോക്കുന്നത് എത്ര വോട്ട് ഞാൻ മത്സരിക്കുമ്പോൾ കിട്ടിയ NDF-കാരത് കുറക്കാൻ പറ്റുന്നതാണ്. എസ്ഡിപിഐക്കാരെ ഫേസ്ബുക്കിൽ ഫ്രണ്ട് പോലും ആക്കരുതെന്നാണ് യൂത്ത് ലീഗ് അണികൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. ഇങ്ങനെ ഇരിക്കെയാണ് തമിഴ്നാട്ടിൽ മുസ്ലിം ലീഗും എസ്ഡിപിഐയും ഒരു മുന്നണിയിൽ മത്സരിക്കാനുള്ള തീരുമാനം പുറത്തുവന്നത്. കോൺഗ്രസും CPM-ഉം ബംഗാളിൽ സഖ്യമുണ്ടാക്കിയത് ചൂണ്ടിക്കാട്ടി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി ഖാദർ മൊയ്തീൻ SDPI ബന്ധത്തെ ന്യായീകരിച്ചു. എന്നാൽ ദേശീയ സെക്രട്ടറി ET മുഹമ്മദ് ബഷീറിന്റെ പ്രതികരണം ഇതാണ്. ഞങ്ങൾ DMK മുന്നണിയിലുണ്ട്. ആ മുന്നണി ഞങ്ങളുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. അവർ ബാക്കി ആരൊക്കെയായിട്ട് സംസാരിച്ചെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല, ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ഞങ്ങൾ SDPI ആയിട്ടൊരു സഖ്യം ഉണ്ടാക്കുന്ന നിലയിൽ യാതൊരു ചർച്ചയും വന്നിട്ടില്ല. കേരളത്തിലെ പാർട്ടി തീവ്രവാദികളെന്ന് ആക്ഷേപിച്ച് മാറ്റി നിർത്തുന്ന SDPIയെ തമിഴ്നാട്ടിൽ സഖ്യകക്ഷിയാക്കിയതിനെക്കുറിച്ച് ജനങ്ങളോട് എങ്ങനെ വിശദീകരിക്കുമെന്ന ചിന്തയിലാണ് പല ലീഗ് സ്ഥാനാർത്ഥികളും. MK ഷുക്കൂർ, മീഡിയ 1, കോഴിക്കോട്.